ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. വനജ വന്ന ഉടൻ തന്നെ അയൽവാസികൾ വന്ന് പറയുകയാണ്, അതെ, നിങ്ങളുടെ മോളുടെ പോക്കത്ര ശരിയായിട്ടൊന്നുമല്ല. കഴിഞ്ഞ ദിവസമാ ഒരു പെണ്ണ് വന്ന് അവളുടെ ഭർത്താവിനെ ഇവിടുത്തെ ബെഡ്റൂമിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയത്. പിന്നെ വനചേച്ചി അല്പം ദൂരയാത്രയിലായതുകൊണ്ടാ ഞങ്ങൾ ഒന്നും വിട്ടു പറയാതിരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒന്നും ശരിയാകില്ലെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ വനജ അകത്തേക്ക് കയറി പൊട്ടിക്കരയുകയാണ്. തുടർന്ന് അശ്വതി അകത്തേക്ക് കയറുമ്പോൾ അശ്വതിയെ പൊതിരെ തല്ലുകയാണ് വനജ. ഇനി നീ കാരണം ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും? ഇവള് ജനിച്ചപ്പോൾ മുതൽ എനിക്ക് കണ്ണീരാണല്ലോ ഭഗവാനെ എന്ന് വനജ പറയുന്നു. നാട്ടുകാരും വീട്ടുകാരും വീട്ടിൽ കയറി തല്ലുന്ന അവസ്ഥ വരെ ഉണ്ടാക്കി. ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതായിരുന്നില്ലേ എന്നൊക്കെ വനജ ദേഷ്യത്തോടെ അശ്വതിയോട് ചോദിക്കുകയാണ്. തുടർന്ന് അശ്വതി നിന്ന് പൊട്ടിക്കരയുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രീകുട്ടി വരികയാണ്. എന്താ അമ്മേ, അമ്മയും മുത്തശ്ശിയും എന്തിനാ കരയുന്നത്? ഇത് കേൾക്കുന്ന അശ്വതി ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധരയും അമൃതയും ശ്യാമയും ഐശ്വര്യയും കൂടി ആഹാരം കഴിക്കാനിരിക്കുകയാണ്. അതേസമയം ആഹാരം കഴിക്കാനായി വായിലേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ ശ്യാമയ്ക്ക് ഛർദിൽ വരികയാണ്. അങ്ങനെ ശ്യാമ പോയി ഛർദിക്കുമ്പോൾ അമൃതയോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വസുന്ധര പറയുന്നു. അതേസമയം ഇതെല്ലാം ശ്രദ്ധയോടെ നോക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, അമ്മേ, ഈ ദോശയുടെയും സാമ്പാറിൻ്റെയും സ്മെല്ല് എനിക്ക് പറ്റുന്നില്ല. അത്രയും പറഞ്ഞിട്ട് ഛർദിൽ അഭിനയിക്കുകയാണ് ഐശ്വര്യയും. അങ്ങനെ ശ്യാമയും ഐശ്വര്യയും മാറി മാറി ഛർദിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഇപ്പം ഞാനിത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ ഗർഭനാടകം മുന്നോട്ട് പോകുമ്പോൾ അമ്മയെ ഞാൻ എൻ്റെ അടിമയാക്കി പല പണികളും ചെയ്യിപ്പിക്കും. കണ്ടോ ഈ ഐശ്വര്യയുടെ പ്ലാനൊക്കെ എന്താണെന്ന്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അശ്വതി. അതേസമയം വനജ അങ്ങോട്ടേക്ക് വരികയാണ്. അതെ, വീടിന്റെ ലോൺ കുടിശ്ശികയായി കിടക്കുകയാണ്. എങ്ങനെ അടയ്ക്കും? ലോൺ കുടിശ്ശിക ഇപ്പോൾ 15 ലക്ഷത്തോളം രൂപയായിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ അടച്ചു തീർക്കാനാ? നീ തന്നെ പറയാൻ വനജ പറയുന്നു. എനിക്കെങ്ങനെ അറിയാനേ അമ്മേ, എന്തു ചെയ്യുമെന്ന് അശ്വതി ചോദിക്കുമ്പോൾ വനജ പറയുകയാണ്, നിനക്കിങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ലോൺ കുടിശ്ശിക അടച്ചു തീർത്തില്ലെങ്കിലേ വീട് ജപ്തി ചെയ്യുമെന്നാ ബാങ്കുകാർ പറയുന്നത്. പിന്നെ ഞാനും നീയും മോളുമെല്ലാം എങ്ങോട്ടേക്ക് പോകും? അതും കൂടി നീ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. യാതൊരു ഉപയോഗവുമില്ലാത്ത ഒരു മോള്, എന്നാലോ പെറ്റ തള്ളയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നതിൽ ഒരു കുറവുമില്ലെന്നും വനജ ദേഷ്യത്തോടെ പറയുന്നു. അതേസമയം ശ്രീകുട്ടി അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, മുത്തശ്ശി വീണ്ടും അമ്മയെ വഴക്കു പറയുകയാണോ? നിന്നെയും മോളെയും സ്നേഹിക്കാൻ ഇപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്, അവരോട് തന്നെ പറ ഈ കടം വീട്ടിത്തരാൻ. തുടർന്ന് ശ്രീകുട്ടി പറയുകയാണ്, എന്താ അമ്മേ, എന്തോ വിഷമമുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അരുണങ്കിൾ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സങ്കടമുള്ള കാര്യമുണ്ടെങ്കിൽ വിളിച്ചു പറയണമെന്ന്. ഞാൻ ഇപ്പൊ തന്നെ അങ്കിളിനെ വിളിച്ചു പറയാമെന്ന് ശ്രീകുട്ടി പറയുന്നു. തുടർന്ന് അരുണിനെ വിളിക്കുകയാണ് ശ്രീകുട്ടി. അതിനുശേഷം പറയുകയാണ്, അങ്കിളിനെ എനിക്കൊന്ന് കാണണം. അങ്കിളിൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാൽ മാത്രം മതി. ഒന്ന് വരുമോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ വരാമെന്ന് അരുൺ സമ്മതിക്കുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. പാവം എൻ്റെ മോള്, അവള് എന്നെ കാണാൻ കൊതിച്ചിരിക്കുകയാണെന്ന് അരുൺ പറയുന്നു. അതേസമയം ഐശ്വര്യ പറയുകയാണ്, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ മുറിയിൽ നിന്നും വയറുവേദന അഭിനയിച്ച് പുറത്തേക്ക് വരികയാണ്. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് ശ്യാമയും അമൃതയും മുകളിലേക്ക് വരുന്നു. എനിക്ക് വെള്ളം വേണം, എനിക്ക് വയറുവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് കരഞ്ഞ് അഭിനയിക്കുകയാണ് ഐശ്വര്യ. അങ്ങനെ ശ്യാമ വെള്ളം കൊടുക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എനിക്ക് അരുൺ തന്നാ മതി. അതെന്താ, വെള്ളം കുടിക്കാനാണെങ്കിൽ ആരെങ്കിലും തന്നാ പോരെ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഏട്ടാ കൊടുക്ക്, ഈ സമയത്തെ ആഗ്രഹങ്ങളല്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ അരുൺ ഐശ്വര്യയ്ക്ക് വെള്ളം കൊടുക്കുന്നു. എന്നാൽ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് ശ്യാമയും അമൃതയും പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, വേണ്ട, അതൊന്നും വേണ്ട, കുറച്ചു നേരം കിടന്നാൽ ശരിയാകും. അരുൺ എന്നെ റൂമിലേക്കൊന്ന് കിടത്തിയാൽ മതി. അരുൺ എൻ്റെ ഒപ്പം കുറച്ചു നേരം ഇരിക്കുകയും വേണമെന്ന് പറഞ്ഞ് അരുണിനെ ബലമായി മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഐശ്വര്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.